ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? 4 മണിയായി, നല്ല അടിച്ച ചായ റെഡി. കൂട്ടത്തിൽ കഴിക്കാൻ കടിയൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കാറുള്ള അവലുണ്ട ഓർമ്മ വന്നു. ഷേപ്പും ലുക്കും ഒക്കെ വെച്ച് അവലുണ്ട, അവൽ ലഡു എന്നൊക്കെ വിളിക്കാം. എങ്കിൽ പിന്നെ സമയം കളയണ്ട, വായോ നമുക്കും ഉണ്ടാക്കാം ആ നൊസ്റ്റാൾജിക് 4 മണി പലഹാരം. ദേ, ഞാനിവിടെ ഒരു 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് മട്ട റൈസിൻ്റെ അവലാണ്. വൈറ്റ് റൈസിൻ്റെ അവലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ദേ, ഇതോടൊപ്പം ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും 3/4 കപ്പ് ശർക്കരയും ഒരു 10-20 നെയ്യ് വറുത്ത കശുവണ്ടിയും അതേപോലെ നെയ്യിൽ വറുത്ത ഉണക്കമുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അല്പം നെയ്യിട്ട് നമ്മുടെ അവലൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ അങ്ങ് കുറച്ച് വെച്ചാൽ മതി കേട്ടോ, കാരണം കരിയാൻ പാടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ദേ ഈ പരുവാകുമ്പോൾ തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അങ്ങ് വറുത്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം ലോയിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. നന്നായിട്ട് അങ്ങ് ഇളക്കിക്കോ. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തൊന്ന് ഇളക്കി നമ്മൾ നെയ്യ് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പാതി ചേർത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് മൂപ്പിച്ചെടുക്കാം. ദേ ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കാം. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തരിതരിയായി ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ദേ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഒരു പാനിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കര ഇട്ട് കൊടുത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി ശർക്കര മൊത്തം നമ്മുടെ ഈ വെള്ളത്തിലോട്ട് അങ്ങ് അലിയിച്ച് ചേർത്ത് കുറുക്കി അങ്ങ് എടുക്കാം. എങ്ങാനും ശർക്കര പാനിയുടെ അളവ് കൂടുതലായിപ്പോയി എന്ന് തോന്നിയാൽ അല്പം അങ്ങ് കോരി മാറ്റിയാൽ മതി. എന്നിട്ട് നമ്മൾ അവൽ പൊടിച്ച് ചേർത്ത് ഇളക്കുമ്പോൾ വേണമെങ്കിൽ കുറേശ്ശെ ചേർത്ത് അങ്ങ് ഇളക്കിയാൽ മതി. കുറുകിത് ഈ പരുവാകുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കാം. ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ശർക്കരപ്പാനിയുടെ അളവ് കുറവാണെന്ന് തോന്നിയാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാനി കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കിതൊരു ഉണ്ടയാക്കി എടുക്കണം. അതേപോലെ കിട്ടുന്നൊരു കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നെയ്യ് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്തിട്ട് എല്ലാം ഒന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പം ഇതേപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഉണ്ടയാക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്താൽ നിസ്സാരമായിട്ട് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കാം. അങ്ങനെ എല്ലാം ഇതേപോലെ ഉണ്ടകളാക്കി എടുത്താൽ നല്ല അടിപൊളി അവലുണ്ട ഇവിടെ തയ്യാർ. നിങ്ങളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എടുക്കും. ഇതൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ പിള്ളേരുടെ മുന്നിലോട്ടൊന്ന് വെച്ച് കൊടുത്താണ്ടല്ലോ പാത്രം കാലിയാവുന്ന വഴി അറിയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തിടാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.